നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ വീണ്ടും തലപൊക്കുന്ന ഇറാന്റെ പ്രോക്സികളെ കയറിയടിച്ച് ഇസ്രയേലിന്റെ സംഹാരം. ലബനനിലേക്ക് അതിശക്തമായ വ്യോമാക്രമണമാണ് ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർ അബു ഹസൻ അലായെ വ്യോമാക്രമണത്തിൽ വധിച്ചുവെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു. ഹിസ്ബുള്ളയുടെ പ്രധാന കമാൻഡറായ അല മേഖലയിലെ IDF സേനയ്ക്കെതിരായ നീക്കങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന ആളാണെന്ന് ദി ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിൽ ഹിസ്ബുള്ള ഫോഴ്സിലെ ബറ്റാലിയൻ കമാൻഡർ അലി സമീർ അൽഹാജ് ഹസനും കൊല്ലപ്പെട്ടിട്ടുണ്ട്. തെക്കൻ ലബനനിലെ അൻസാർ പ്രദേശത്തുള്ള ഹിസ്ബുള്ള മിലിറ്ററി ആസ്ഥാനത്തിന് നേരെ നടത്തിയ ആക്രമണത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസം അതിർത്തിയിൽ നടന്ന ഏറ്റുമുട്ടലിൽ 3 ഇസ്രയേലി സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇതിന് മറുപടിയായിട്ടാണ് തെക്കൻ ലബനനിലേക്കും മറ്റു പ്രദേശങ്ങളിലേക്കും ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത്. ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം അവർ വീണ്ടും പരുങ്ങലിലേക്ക് എത്തിയിരിക്കുന്നു. തലവന്മാർ വീണ്ടും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തെക്കൻ ലബനന്റെ പല പ്രദേശങ്ങളിലായിട്ട് ടണലുകളിലൊക്കെ ഇരുന്നുകൊണ്ട് ഇസ്രയേൽ സൈന്യത്തിന് നേരെ ആക്രമണവുമായി ഹിസ്ബുള്ള രംഗത്തുണ്ട്, സജീവമായി തന്നെ രംഗത്തുണ്ട്. ഇവരെ പൂർണ്ണമായും അടിച്ചില്ലാതാക്കാൻ ഇസ്രയേലിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇറാൻ അമേരിക്കയുമായി ഉണ്ടാക്കുന്ന സമാധാന കരാറിലെ ഏറ്റവും വലിയ ഒരു പോയിന്റ്, ഇറാൻ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ലബനനിലേക്ക് ഇസ്രയേൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കണം എന്നാണ്. എന്നാൽ ഇസ്രയേൽ ഇതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഈ സമാധാന ഉടമ്പടിയുടെ ഈ കരാറിന്റെ ഭാഗമല്ല, ഞങ്ങൾ ലബനനിലേക്ക് ആക്രമണം നടത്തും എന്നുള്ളതാണ് ഇസ്രയേലിന്റെ പ്രഖ്യാപനം. തെക്കൻ ലബനനിൽ പ്രത്യേകിച്ച് ഇസ്രയേൽ നിരന്തരം കയറി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുകൂടാതെ ലബനൻ സർക്കാരും ഇസ്രയേലും തമ്മിൽ ഒരു സമാധാന കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്. എന്നാൽ ആ കരാർ ഇപ്പോൾ കീറിയെറിയുന്ന തരത്തിലാണ് ഇസ്രയേൽ ലബനനിൽ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത്. കൊല്ലപ്പെട്ട ഹസന്റെ കുടുംബാംഗങ്ങൾ പരിസരത്തുണ്ടായിരുന്ന കാര്യം അറിയില്ലായിരുന്നുവെന്ന് ഇസ്രയേൽ സൈന്യവും പ്രധാനമന്ത്രിയുടെ ഓഫീസും അറിയിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ള സാധാരണക്കാരെ മനുഷ്യ കവചമാക്കി മാറ്റി തങ്ങളുടെ സൈനിക താവളങ്ങളിൽ ഒളിപ്പിച്ചിരിക്കുകയാണെന്നും ഇസ്രയേലിനെതിരെ കുറ്റാരോപണം ഉന്നയിക്കാൻ ബോധപൂർവം ഇത്തരം തന്ത്രങ്ങൾ ഉപയോഗിക്കുകയാണെന്നും ഇസ്രയേൽ ആരോപിച്ചു. അതായത് തെക്കൻ ലബനനിലേക്കൊക്കെ ഇസ്രയേൽ ആക്രമണം നടത്തുമ്പോൾ ആ പ്രദേശങ്ങളിലൊക്കെ ലബനനിലെ സിവിലിയൻസിനെ അണിനിരത്തിക്കൊണ്ട് ഇസ്രയേലിന് നേരെ സിവിലിയൻസിനെ നിർത്തുകയാണ് ഹിസ്ബുള്ള ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റതിർത്തി മേഖലകളിലും ഇസ്രയേൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഗാസ തീരത്ത് ഹമാസ് ചെറു ബോട്ടുകൾ ഉപയോഗിച്ച് കടൽ മാർഗം ആക്രമണത്തിന് പദ്ധതിയിടുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രയേൽ നാവികസേന അയൺ വാൾ എന്ന പേരിൽ പുതിയ തീരദേശ പ്രതിരോധ സംവിധാനം കൊണ്ടുവന്നു. ഇസ്രയേൽ ലബനൻ അതിർത്തിയിൽ നിലവിൽ വൻ സംഘർഷാവസ്ഥയാണ് ഉടലെടുത്തിരിക്കുന്നത്. ശനിയാഴ്ച തെക്കൻ ലബനനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും അടക്കം 11 പേർ കൊല്ലപ്പെടുകയും 19 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലബനന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തെക്കൻ ലബനനിലെ വിവിധ പ്രദേശങ്ങളിൽ ഇസ്രയേൽ കയറി അടിക്കുകയും ഇവരുടെ തലവന്മാർ അതായത് ആക്രമണത്തിന്റെ നേതൃത്വം വഹിക്കുന്ന തലവന്മാർ കൊല്ലപ്പെട്ടതോടുകൂടി വെറി പിടിച്ചു നിൽക്കുകയാണ് ഹിസ്ബുള്ള സംഘം. നബാത്തിയ ജില്ലയിലെ അൻസാറിന് സമീപമുള്ള ഒരു വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെടുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ ഭീകരവാദ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കാൻ എന്ന പേരിൽ ഒരേ സമയം ലബനനിലും ഗാസയിലും ഇസ്രയേൽ തങ്ങളുടെ സൈനിക നടപടികൾ വീണ്ടും ശക്തമാക്കുന്നതിന്റെ ചിത്രമാണ് സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നത്. ലബനീസ് ഔദ്യോഗിക വാർത്താ ഏജൻസിയായ NNAയെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് അൻസാറിന്റെ അതിർത്തി പ്രദേശത്തെ ഒരു വീടിന് നേരെയാണ് ഇസ്രയേൽ പോർ വിമാനങ്ങൾ ബോംബ് ആക്രമണം നടത്തിയത് എന്നാണ് വിവരങ്ങൾ. ആക്രമണത്തിൽ ഈ കെട്ടിടം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഇതോടൊപ്പം നബാത്തിയ അൽഫൌഖയ്ക്ക് സമീപമുള്ള അലി അൽ താഹിർ റിഡ്ജ് മേഖല കേന്ദ്രീകരിച്ചും ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ സെക്യൂരിറ്റി സോണിൽ പ്രവർത്തിക്കുന്ന IDF സൈനികർക്കെതിരെ ഹിസ്ബുള്ള ഭീകര സംഘടന നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർക്കാണ് പരിക്കേറ്റത്. ഇത് ഇസ്രയേലിനെ വല്ലാതെ ചൊടിപ്പിക്കുകയായിരുന്നു. തുടർന്നാണ് പ്രിസിഷൻ അറ്റാക്ക് എന്ന രീതിയിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയത്. എന്നാൽ സിവിലിയൻസിന് നേരെയാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് എന്നാണ് ഇപ്പോൾ ഹിസ്ബുള്ള വാദിക്കുന്നത്. ഇസ്രയേലി പൗരന്മാർക്കും സൈനികർക്കും നേരെ ഹിസ്ബുള്ള ഉയർത്തുന്ന ഭീഷണികൾ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതുവരെ സൈനിക നടപടികൾ തുടരും എന്നാണ് ടെല്ലവീവ് അറിയിച്ചിരിക്കുന്നത്. തെക്കൻ ലബനനിൽ 15 കിലോമീറ്റർ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന കേന്ദ്രങ്ങളാണ് നബാത്തിയയും അൻസാറും.
ലബനൻ അതിർത്തിയിലെ സംഘർഷങ്ങൾക്ക് പുറമെ തെക്കൻ ഗാസയിലും ഇസ്രയേൽ തങ്ങളുടെ നീക്കം ശക്തമാക്കിയിട്ടുണ്ട്. ഖാൻ യൂനൂസ് ബ്രിഗേഡിലെ ഹമാസ് കമ്പനി കമാൻഡറായ ഹുദൈഫ ഖാലിദ് സുലൈമാൻ ഖവാറിയെ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കൊലപ്പെടുത്തിയിരുന്നു. ഹമാസ് പോരാളികൾക്ക് പരിശീലനം നൽകൽ, തെക്കൻ ഗാസയിലുടനീളം ആയുധങ്ങൾ കടത്തൽ, സൈനിക ശേഷി പുനഃസംഘടിപ്പിക്കൽ എന്നിവയിൽ ഖവാറി പ്രധാന പങ്ക് വഹിച്ചിരുന്നുവെന്ന് IDF ആരോപിക്കുന്നു. ഇസ്രയേലി സൈനികർക്കും പൗരന്മാർക്കും നേരെ അടുത്ത കാലത്തായി നടന്ന ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ഖവാറിയെ അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീഷണികളെ ഒഴിവാക്കുന്നതിനാണ് കൊലപ്പെടുത്തിയത് എന്നും IDF അവകാശപ്പെട്ടു. സാധാരണക്കാരുടെ ജീവന് അപകടമുണ്ടാകാതിരിക്കാൻ കൃത്യമായ ആകാശ നിരീക്ഷണവും ഗൈഡഡ് മിസൈലുകളും ഉപയോഗിച്ചാണ് ഗാസയിൽ ആക്രമണം നടത്തിയതെന്നും കരാർ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് സൗതേൺ കമാൻഡിന് കീഴിൽ സേന പ്രദേശത്ത് നിലയുറപ്പിച്ചിട്ടുണ്ടെന്നും IDF വ്യക്തമാക്കി. ഗാസയിലേക്കും ലബനനിലേക്കും ഇപ്പോൾ ഇസ്രയേൽ ആക്രമണം തുടങ്ങിയതോടെ ഇറാൻ പരുങ്ങലിലായിരിക്കുകയാണ്. ഇറാൻ വലിയ ആശ്വാസത്തിലായിരുന്നു. തങ്ങളുടെ പ്രോക്സികളെ വീണ്ടും ശക്തമാക്കി കൊണ്ടുവരികയായിരുന്നു. എന്നാൽ ഒരു മുഴം മുന്നേ എറിഞ്ഞുകൊണ്ട് ഈ കേന്ദ്രങ്ങളിലെല്ലാം അതിശക്തമായ ആക്രമണമാണ് ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗാസയിലേക്കും ലബനനിലേക്കും ആക്രമണം തുടങ്ങിവെച്ച ഇസ്രയേൽ ഇനി ലക്ഷ്യം വെക്കാൻ പോകുന്നത് ഇറാനെ തന്നെ ആയിരിക്കും എന്നാണ് യുദ്ധവിദഗ്ധർ പറയുന്നത്. അമേരിക്ക യുദ്ധത്തിൽ നിന്ന് പിന്മാറിയാലും ഇസ്രയേൽ കയറിയടിക്കുമെന്ന് ഇറാൻ അറിയാം. ഈ സാഹചര്യത്തിൽ യുദ്ധസജ്ജരായി ഇപ്പോൾ ഇറാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു. സൈന്യത്തെ മാത്രമല്ല പ്രോക്സികളെയും തയ്യാറാക്കുന്നു. ദീർഘകാലം നീണ്ടു നിൽക്കാനിടയുള്ള വലിയൊരു സൈനിക ഏറ്റുമുട്ടലിന് രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായി മുജ്തബ സൈനിക കേന്ദ്രങ്ങളിൽ വലിയ അഴിച്ചുപണിയും നടത്തിയിട്ടുണ്ട്. US ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുഹമ്മദ് പഗ്പൂറിന് പകരം ബ്രിഗേഡിയർ ജനറൽ അഹമ്മദ് വാഹിദിയെ മേജർ ജനറൽ പദവിയോടെ IRGC കമാൻഡർ ഇൻ ചീഫായി ഔദ്യോഗികമായി നിയമിച്ചിരിക്കുകയാണ് മുജ്തബ. ഒപ്പം മുസ്തഫ ഇസാദിയെ ഡെപ്യൂട്ടിയായും നിയമിച്ചിട്ടുണ്ട്. സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫായി മേജർ ജനറൽ അലി അബ്ദുല്ലാഹിയും ബാസിദ് സുരക്ഷാ സേനയുടെ തലവനായി ഹുസൈൻ താബും ചുമതലയേറ്റിട്ടുണ്ട്. അതായത് ഏറ്റവും കരുത്തരായിട്ടുള്ള ആൾക്കാരെ സൈനിക നേതൃത്വത്തിന്റെ ചുമതലയിലേക്ക് മുജ്തബ എത്തിച്ചിരിക്കുകയാണ്. ഇത് വെറും ഒരു നീക്കമല്ല. ഇസ്രയേൽ ഒരു ആക്രമണത്തിന് വരുന്നതിന് മുൻപ് കയറി അടിക്കുക എന്നുള്ള നീക്കത്തിലൂടെ ഇറാൻ നിൽക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. എന്തായാലും ലബനനിൽ ഇപ്പോൾ ഇസ്രയേൽ ആക്രമണം തുടങ്ങി വെച്ചിരിക്കുന്നത് വെറുതെയല്ല. കാരണം സിറിയ വഴി ലബനനിലേക്ക് ആയുധങ്ങൾ എത്തിച്ചിരുന്നു മുജ്തബയും IRGCയും. അതായത് ഹിസ്ബുള്ളകൾക്ക് വീണ്ടും ആയുധം കൊടുത്ത് അവരെ ശക്തരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഇസ്രയേൽ ഇപ്പോൾ കയറി അടിച്ച് വലിയ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത്. ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം അവർ ഒന്ന് ശക്തരാകാൻ കാത്തിരിക്കുമ്പോഴാണ് അവരുടെ പ്രധാനപ്പെട്ട 2 നേതാക്കളെ ഇസ്രയേൽ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത. What?